ഹലോ, നമ്മളിന്നൊരു കുറച്ച് ലോങ് ട്രിപ്പ് പോവുകയാണേ. അപ്പോൾ വേറെ എങ്ങോട്ടേക്കും അല്ല, പാലക്കാട്ടേക്കാണ്. ഈ ഇൻസെക്ട്സ് കരയുന്ന ഒരു സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടല്ലേ. കാര്യമൊക്കെ ഉണ്ട്, കാടല്ലേ, പിന്നെ പോരാത്തതിന് മഴയൊക്കെ കൂടെ ആണല്ലോ. ഞാൻ നല്ല വെയിറ്റ് നിന്ന് സംസാരിക്കാം അല്ലേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പാലക്കാട്ടേക്ക് പോവുകയാണ്. ഒന്നുമില്ല, ചെറിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒറ്റയ്ക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു നല്ല ത്രില്ലാണ്. അച്ഛനിപ്പോൾ വരും എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതെൻ്റെ കുച്ചിപ്പുടിയുടെ ഫസ്റ്റ് വർക്ക്ഷോപ്പാണ് കേട്ടോ. ബാക്കി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുച്ചിപ്പുടിക്ക് ഫസ്റ്റ് ടൈമാണ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഒത്തിരി എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം എന്താവുന്നത്. എനിവേ, വെൽക്കം ഓൾ. അച്ഛൻ്റെ പുറകെ അമ്മയും വടിയൊക്കെ കുത്തിപ്പിടിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും പ്രായമായിട്ട് വടി കുത്തിപ്പിടിച്ച് വരുന്നതാണ്. അല്ല, പാമ്പ് വല്ലതും ഉണ്ടെങ്കിൽ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഏത് ആ തൊലി പോലിരിക്കുന്ന വടി. അത് അമ്മ ക്യാമറ ഓണാക്കുന്ന കണ്ടപ്പോഴത്തേക്കും പുറകിലേക്ക് മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ആരും കണ്ടുമില്ല. അങ്ങനെ ഞാൻ അച്ഛൻ്റെ പുറകെ കയറിയുള്ള ബാഗും എല്ലാം പെട്ടിയും കിടക്കും എല്ലാം ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കാരണം നമുക്ക് ട്രെയിൻ കയറിയിട്ട് വേണം പോകാൻ. ഞാൻ ആദ്യം ഓർത്ത് ബസ്സിന് പോകാമെന്ന്, പിന്നെ ഓർത്ത് വേണ്ട, ഞാൻ ഇനി എങ്ങാനും എനിക്ക് ഈ മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ അവിടെ ചെന്ന് ഞാൻ ടയേർഡായോ, എനിക്ക് പറ്റില്ല, എനിക്ക് കുച്ചിപ്പുടി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് പോകുന്നത്. അപ്പം ട്രെയിൻ കയറാം. സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴത്തേക്കും ദാണ്ടര മൊട്ടയായിട്ട് കിടക്കുന്നു. ഈ സ്റ്റേഷൻ ഇത്ര ആള് കുറവായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ പോകുന്നതൊക്കെ വെളുപ്പാങ്കാലത്തായതുകൊണ്ട് ഈ ജോലിക്കാരൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കാം മേ ബി. അതിൻ്റെ ഇടയിൽ കുറച്ച് എയ്സ്റ്റത്തേക്കും കൂടെ ഞാൻ തിരികെ കയറ്റി ഈ പ്രാവിനൊക്കെ എടുത്തു. ഇതൊക്കെ എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയത്തില്ല. ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെ വെറുതെ എടുത്തത്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വരുന്നുണ്ടേ. പേഴ്സണലി എനിക്ക് ട്രെയിനിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാരില്ലേ ട്രെയിനിൽ കയറാൻ ഭയങ്കര ഇഷ്ടമുള്ളവർ, എന്നാൽ ചില ആൾക്കാർക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്കെന്തോ ട്രെയിനിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ട്രെയിനിൽ കയറി മണ്ണൊന്നുള്ളിയിട്ടാൽ താഴെ ഇടയില്ലായിരുന്നു. എറണാകുളം വരെ നിൽക്കേണ്ടി വന്നു. സന്തോഷമായി. കാലുവേദന എടുക്കുന്നത് പിന്നെ ശീലമായതുകൊണ്ട് ഞാനത് കാര്യമാക്കി എടുത്തില്ല. എറണാകുളം ആകുമ്പോഴത്തേക്കും ഇരിക്കാം എന്നുള്ള ആത്മസംതൃപ്തിയിൽ ഞാൻ പുറത്തുള്ള കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പുറം ലോകമൊക്കെ ആൾക്കാർ കാണണമല്ലോ. ഏത് ട്രെയിനിൽ കൂടി പോകുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും ഉണ്ട്. എന്നാലും ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. ആഴ്ച കണ്ടു പഠിത്തില്ലേ, എന്നാൽ നമുക്കൊരു പാട്ട് കേട്ടാലോ. എയർപോർട്ട് ഹൗ സമാധാനായി. ഞാൻ പറഞ്ഞില്ലേ എറണാകുളം എത്തുമ്പോൾ എനിക്ക് സീറ്റ് കിട്ടുമെന്ന്. എനിക്ക് കിട്ടി, എനിക്കറിയാമായിരുന്നു. കാരണം എല്ലാവരും എറണാകുളത്തേക്കാണ് പോകുന്നതെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ഷോ എനിക്ക് വയ്യ, എൻ്റെ ഒരു കാര്യം എന്തായാലേ. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയ ഒരു സമാധാനം ഉണ്ടല്ലോ എൻ്റെ പൊന്നളിയ, ഇരട്ടപ്പറ്റ സുഖം. അങ്ങനെ ഒരു സുഖം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. എന്തോ ഒരു സുഖമുണ്ട്. മുകളിലിരുന്ന് ആരോ എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ എന്തായാലും ചുറ്റും നോക്കുന്നുണ്ട്. എനിക്ക് ചുറ്റും ആൾക്കാരുള്ളതുകൊണ്ടേ ഞാനങ്ങനെ കാര്യം വെക്കില്ല. എന്തായാലും ഞാൻ സേഫ് ആണല്ലോ. ഞാൻ പെടുവാണല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലോ പെടുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഒരു പാട്ടൂടെ കേട്ടാലോ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് പുറത്തോട്ടൊക്കെ വായി നോക്കി ഇരുന്നിരുന്നിരുന്ന് അവസാനം തൃശ്ശൂർ വരെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ പരിപ്പിളകി. എൻ്റെ അമ്മയും മടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മടുത്തു. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഇരുന്നിരുന്ന് കൂടെ സംസാരിക്കാനും ആളില്ലാത്തതുകൊണ്ട് ഒരു മതിപ്പ്. ഞാനും എൻ്റെ ഹെഡ്സെറ്റും പിന്നെ എൻ്റെ മൈക്കിൾ ജാക്സന്റെ കുറേ സോങ്ങും, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ള ആകെ ഒരു ആശ്വാസം. പിന്നെ തൃശ്ശൂർ കുറേ നേരം ട്രെയിൻ പിടിച്ചിട്ടു. എന്നാൽ പിന്നെ കുറച്ചും കൂടെ എസ്തറ്റിക് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കുറേ പ്രാവിനെയും, പക്ഷി പ്രാവല്ലേത്, പ്രാവല്ലെങ്കിൽ കാക്ക, എന്തേലും ആട്ടെ വാട്ടേവർ, പറക്കുന്ന എന്തോ ഒരു സാധനം, അത് മതി അതിൻ്റെ ആവശ്യമുള്ളൂ. അതിനൊക്കെ കൂടെ വീഡിയോ എടുത്തോണ്ട് അങ്ങനെ ഇരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കും പ്രകൃതി രമണീയതയും ഊഷ്മളതയും ഹരിതാപവും പച്ചപ്പും എല്ലാം കൂടെ നിറഞ്ഞ കുറെ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടു. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ നമ്മൾ പാലക്കാടോട്ട് കയറാൻ വേണ്ടി പോവുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നേരത്തെ ഞാൻ ഇതുപോലെ മലപ്പുറത്ത് പോയപ്പോഴത്തേക്കും ഈ വഴി പോയതാണ്. അപ്പം ഇങ്ങനെ ഈ ഹരിതാപം പച്ചപ്പൊക്കെ കൂടുതലായിട്ട് കണ്ടത് പാലക്കാട് ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പം അതായിരിക്കണമെന്നാണല്ലോ എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഹരിതാപം പച്ചപ്പും എല്ലാം താണ്ടി നമ്മളിത് ഒറ്റപ്പാലത്തെത്തി. ഒറ്റപ്പാലം എവിടെയാ? പാലക്കാട്. ഇനി അടുത്ത സ്റ്റോപ്പാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ പാലക്കാട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഇല്ല, ഇറങ്ങാൻ പറ്റിയില്ല. വീണ്ടും ചതിക്കപ്പെട്ടു. ട്രെയിൻ അവിടെ പിന്നെയും കുറച്ചു നേരം പിടിച്ചിട്ടു. ഇതെന്താണിത്, ഒന്ന് വിട്ടാ പോരെ, പയ്യെങ്കിൽ മാറും കേട്ടോ, ഞാൻ ഓടിക്കാം എന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്.
എന്തെങ്കിലുമൊക്കെ പറ്റുമായിരിക്കല്ലേ. അതെന്തെങ്കിലും ആട്ടെ. അങ്ങനെ ഫൈനലി അവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞ് ഞാൻ അത്രയും നേരം ഇരുന്നതിൻ്റെ ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി കുറേ നേരം എഴുന്നേറ്റ് വന്നു. എന്ത് കാര്യത്തിനൊന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാലക്കാട് എത്തി. പാലക്കാട് ജംഗ്ഷനാണ്, അതിൻ്റെ അടുത്താണ് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് എവിടെയാണെന്നുള്ളത് തപ്പി കണ്ടുപിടിക്കണം, അത് വേറെ കാര്യം. എനിവേ എന്തായാലും നമുക്ക് ട്രെയിൻ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അല്ലേ. ഷെടാ, ഞാനൊന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് കയറി എന്നെ ഒന്ന് ഇറങ്ങാൻ സമ്മതിക്കൂ, ഞാൻ ഒന്ന് കാല് കുത്തിക്കോട്ടെ. അങ്ങനെ പാലക്കാട് കാല് കുത്തി. ശരി, ഇല്ല, ഞാൻ വിചാരിച്ചു എന്നെ നോക്കിയതായിരിക്കുന്നു. അല്ല, അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് തൊട്ടടുത്താണ്. ഓട്ടോച്ചേട്ടനെ വിളിച്ചപ്പോഴത്തേക്ക് ഓട്ടോച്ചേട്ടൻ പറഞ്ഞ് നടക്കാനുള്ള ദൂരമുള്ളത്. പിന്നെ ഈ ബാഗൊക്കെ ചുമന്നുകൊണ്ട് നടക്കാമല്ലോ എന്ന് കരുതി പെരിയ മലയെല്ലാം താണ്ടി, ഒന്നും താണ്ടിയില്ല, എന്നാലും ഏതാണ്ടൊക്കെ താണ്ടി ഹോട്ടലിലേക്ക് എത്തി. ഇനി നമുക്ക് റൂമിൽ കയറിയിട്ടൊന്ന് ഫ്രഷ് ആവണം. കാരണം ഒട്ടും വയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യ, നല്ല രീതിക്ക് വയ്യാണ്ടായത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ലേറ്റ് ആയിട്ട് ചേട്ടൻ അവിടെ നിന്ന് കീ ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി ലിഫ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഈ ലിഫ്റ്റ് കയറി റൂമിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് കിടക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പൊ ഒരു പ്രയോറിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ അതാണ്. റൂമിന്റെ കീ കിട്ടി ഒന്നും നോക്കില്ല, നേരെ റൂമിൽ കയറി. നല്ല റൂമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അയ്യോ, ഒരു തരത്തിൽ റൂമിൽ എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്, പുറത്തുപോയി വല്ലതും കഴിക്കണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് പരിപാടിയുള്ളൂ. എന്തായാലും ബാഗ് കൊണ്ട് വെച്ചിട്ടൊന്ന് വാഷ്റൂം പോയിട്ട് കുളിച്ചിട്ട് പോയി കഴിച്ചിട്ട് വരാവേ. സ്റ്റെപ്പിന്റെ ഉൾവിളി കൂടുതലായതുകൊണ്ട് തന്നെ അധികം ദൂരത്തേക്ക് പോകാനൊന്നും ഞാൻ നിന്നില്ല. ഹോട്ടലിൽ തൊട്ട് താഴെ തന്നെ നമ്മുടെ KR ബേക്കേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പറയേണ്ട കാര്യമില്ല, കേരളയിലെ ഫുഡ് നല്ലതാണല്ലോ. ഒന്നും നോക്കില്ല, നേരെ അവിടെ ചെന്ന് കയറി ക്യാമറ ഓണാക്കി വെച്ച് കുറച്ച് ക്യൂട്ട്നസ് കാണിക്കാമെന്ന് കരുതി വായി നോക്കിയിരുന്നാണ്. ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുറച്ച് ക്യൂട്ട്നസ് ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. ആളുകളൊന്നും വരുന്നില്ല ഇതെടുക്കാൻ വേണ്ടിയിട്ട്, ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് ചെയ്തു, പിന്നെ പോയി കൈ കഴുകാമല്ലോ എന്ന് കരുതി ഞാൻ പോയിട്ട് കൈ കഴുകാൻ നോക്കിയപ്പോഴത്തേക്കും വാഷ്റൂമിൻ്റെ അവിടെ ഇങ്ങനെ ലൈറ്റ് മിന്നുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം അതേ തൊട്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ തൊട്ടുകൊണ്ടിരുന്നത്. കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട്. എൻ്റെ ഒരു കാര്യം. അങ്ങനെ അതേ കൈ കഴുകിയിട്ട് തിരിച്ച് നേരെ അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നു. ഓർഡറിന് ഞാൻ ഫുഡ് കൊടുത്തു. ഞാൻ ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല. പൈസ ഒന്നും എനിക്കൊരു വിഷയമില്ല, കാരണം എൻ്റെ പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ഞാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. മനസ്സറിഞ്ഞു, ഒന്നും നോക്കിയില്ല, മനസ്സറിഞ്ഞു ഞാൻ അങ്ങോട്ട് തിന്നു. എൻ്റെ തീറ്റ കണ്ടാൽ തന്നെ അറിയാം നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫുഡിന് കേട്ടോ. എനിക്ക് കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നുന്നു. പിന്നെ ഒരു പരിധി കൂടുതൽ വയറ്റിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഫ്രൈഡ് റൈസിലൊക്കെ ഇട്ട് ഒതുക്കി. എന്നിട്ട് അത് തിന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ എൻ്റെ പൊന്നലിയ. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. എന്തിനാ, തിന്നതൊന്നും ദഹിക്കണമല്ലോ. റൂമിലോട്ട് ചെന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. കാരണം ഇര വിഴുങ്ങിയ പാമ്പിനെ പോലെ ആയിപ്പോയി, എഴുന്നേക്കാൻ പറ്റുന്നില്ല തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും. അതുപോലെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ കഴിച്ച് കഴിഞ്ഞ് നേരെ പോയി കൈ കഴുകി. പിന്നെ അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, മിന്നിക്കണമെന്ന് ഓർത്തു. പിന്നെ മിന്നിച്ചില്ല, എന്തോ എനിക്ക് മൂഡ് വന്നില്ല. എന്നാൽ പിന്നെ തിരിച്ച് റൂമിലേക്ക് പോകാമല്ലോ എന്ന് കരുതി പെട്ടിയും കിടക്കയും കൊണ്ടുവന്നില്ലല്ലോ. ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ ഇറങ്ങി. റൂമിൽ വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ എൻ്റെ പൊന്നളിയ. പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇരട്ട പെറ്റ സുഖം, അങ്ങനൊരു സുഖം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. ഇനി ചിലപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എനിവേ എന്തായാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങാൻ പോകാം. നമുക്ക് രാവിലെ എഴുന്നേറ്റ് കാണാവേ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റു, നമുക്ക് റെഡി ആവണം. വയ്യ, ഉറക്കം വരുന്നത്. റെഡിയായിട്ട് നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ കുളിച്ചോ പല്ല് തേച്ചോ ഇതൊന്നും ആരറിയാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ആരറിയാനായിട്ട് പോകുന്നു, ഇതൊന്നും ആരും ചോദിക്കാനും പോകുന്നില്ല. അതൊന്നും നമ്മുടെ വിഷയമുള്ള കാര്യമില്ല. എന്തായാലും ഞാൻ സാരിയൊക്കെ കൊടുത്ത്, നമ്മുടെ പ്രാക്ടീസ് സാരിയാണ് കേട്ടോ. ഇതെൻ്റെ ഡാൻസ് ക്ലാസ്സിലെ യൂണിഫോം തന്നെയാണ്. അത് തന്നെ എടുത്തിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനത്തെ ഞാൻ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി ഒരു വഴിക്ക് പോകുന്നതല്ലേ, കുറച്ച് ചന്ത ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഹോട്ടലിൽ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കയറി കഴിച്ചു. ഇഡലി ആയിരുന്നു ഇന്ന് കഴിക്കാനായിട്ട്. നാളെ എന്ത് വെറൈറ്റി ആണെന്ന് അറിയത്തില്ല. എന്തായാലും ഇഡലി എടുത്തു. ഇഡലി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ഇഡലി ആയിരുന്നു. എന്തായാലും വീട്ടിലുണ്ടാക്കുന്ന ഇഡലിയുടെ ഒരു ടേസ്റ്റ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ ഫുഡ് കഴിച്ചു. ഒരു ചായയൊക്കെ കുടിച്ചു. അത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. സ്ഥലം അറിയാൻ മേലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഓട്ടോയ്ക്ക് പോകാമെന്ന് കരുതി നേരെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി. ഒരു ഓട്ടോ മാമനെ കണ്ടു. ഓട്ടോ മാമൻ നേരെ ഞാൻ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മൂപ്പർ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഇവിടെയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് നടക്കുന്നത്. ഈ മാർഗ സ്കൂൾ ഓഫ് ആർട്സ് അവിടെയാണ് കേട്ടോ. നല്ലൊരു ഡാൻസ് ക്ലാസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡാൻസ് ക്ലാസ് ഇതുപോലെ മോഡിഫൈ ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതൊക്കെ നടക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഒരു മിറർ വെക്കണം. ഒരു മിറർ എനിക്ക് ഇതുവരെ വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം മിറർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമുക്ക് നമ്മളെ തന്നെ കണ്ടുകൊണ്ട് കളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ നൈസ് ഐഡിയ അല്ലേ. അങ്ങനെ ഞാൻ കുറേ നേരം ക്യൂട്ട്നസ് കാണിച്ചുകൊണ്ടിരുന്നു. ആൾക്കാരൊക്കെ പതുക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കറക്റ്റ് സമയത്ത് വന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സാർ എത്തിയിട്ടുണ്ട്.
ഗൗതം ചേട്ടനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചേട്ടൻ നൈസാണ് കേട്ടോ, അടിപൊളിയാണ്, നല്ലൊരു ഡാൻസറാണ്. ചേട്ടൻ വന്നു, ബാക്കിയുള്ളവരും കൂടെ വരട്ടെ എന്ന് കരുതി. എന്നാൽ പിന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം ആരോ വിട്ടുകൊണ്ടിരുന്നു. ആരോ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ ഗെയിം. നിങ്ങൾ കളിച്ചിട്ടില്ലെങ്കിൽ കളിച്ച് നോക്കുക കേട്ടോ, സമയം പോകുന്ന അറിയത്തില്ല, ഭയങ്കര രസമാണ്. അങ്ങനത്തെ ആൾക്കാർ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. കുറേ പല ഏജിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കളിക്കാൻ കയറി കളിച്ചു, കുഴപ്പമില്ലായിരുന്നു. കുച്ചിപ്പുടിയല്ലേ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കളിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ടീ ബ്രേക്ക് ആയി, ചായ കുടിച്ചു, ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഷുഗർ കട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇത് ഈ ചേച്ചിയായിരുന്നു എനിക്ക് ചായ എടുത്തു തന്നത്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് കുറേ നേരം തേരാപ്പാര വായി നോക്കിയിരുന്നു. അതിന് ശേഷം വീണ്ടും കളിക്കാനായിട്ട് കയറി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പായി. പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. എല്ലാവരും ഒരു സ്ഥലത്ത് പോയായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. അത് ഞാൻ കഴിച്ചിരുന്നത് KR ബേക്കറിയിലോട്ട് തന്നെയായിരുന്നു. നേരെ അവിടെ ചെന്നു. ആദ്യം വാഷ്റൂമിലേക്കാണ് പോയത്, കൈ വാഷ് ചെയ്യാനായിട്ട്. അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, ലൈറ്റ് പിടിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ പിടിച്ചില്ല. പിന്നെ നേരെ കൈ കഴുകിയിട്ട് അവിടെ വന്നിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. അവർ ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയി, എന്നാലും കുഴപ്പമില്ല, തിന്നിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് മീൽസായിരുന്നു കേട്ടോ, നല്ല മീൽസായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ മീൻ വറുത്തത് മാത്രം ചോദിക്കാൻ മറന്നുപോയി. അത് അടുത്ത തവണ ചോദിക്കാമെന്ന് കരുതി എഴുന്നേറ്റതും എൻ്റെ ഫോൺ താഴത്തേക്ക് വീണു, ഒറ്റ പൊട്ടൽ. വാവ്, സന്തോഷമായി. ഈ മാസം ഇത് 6ാമത്തെ തവണ ഈ ഫോണിൻ്റെ ഗ്ലാസ് ഞാൻ മറന്നത്. എന്തോ ആ ഫോണെ നിനക്ക്, എനിക്കോ ബോധമില്ല, നിനക്കെങ്കിലും ബോധം വേണ്ടേ? ഇത് അതും ഇല്ല. അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങളിത് വീണ്ടും വർക്ക്ഷോപ്പിൻ്റെ അടുത്തേക്ക് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിക്കാൻ വന്നത്. അതിനുശേഷം കുറേ ഡാൻസ് കളിച്ചു, കുച്ചിപ്പുടി കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ടീ ബ്രേക്ക് ആയി. ഇന്ന് നെയ്യപ്പം ഉണ്ടായിരുന്നു, നല്ല നെയ്യപ്പം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല നെയ്യ്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ, നല്ല രീതിക്ക് ക്ഷീണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ കുറച്ച് തിയറി ക്ലാസ്സുകളൊക്കെ എടുത്തു തന്നു, നൈസായിരുന്നു. അപ്പം ഞാനങ്ങനെ വർക്ക്ഷോപ്പ് കുച്ചിപ്പുടിയുടെ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമോ, എല്ലാ കാര്യങ്ങളും എഴുതി തരുമോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു 2 ദിവസം കൊണ്ട് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ചിറങ്ങി. ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് ചെന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. റൂമെത്തി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല ഐശ്വര്യം. കടയിലോട്ട് കാല് വെച്ചതും കറണ്ട് പോയി. കറണ്ട് വരുമ്പോൾ ഒരു വിഷ്വൽ കിട്ടുമെന്ന് കരുതി കുറേ നേരം ഞാൻ ക്യാമറ ഓണാക്കി വെച്ച് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ വന്നില്ല. ഞാൻ ക്യാമറ ഓഫാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വിഷ്വലും വന്നു. എന്തായാലും ഐശ്വര്യം. ഇത്തവണ ഓർഡർ ചെയ്തത് അൽഫാമാണ് കേട്ടോ. മുഖസ്തുതി പറയാമെന്ന് വിചാരിക്കില്ലേ, വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഇവിടുത്തെ അൽഫാമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പൊറോട്ട ഉള്ളായിരുന്നു, നല്ല പൊറോട്ടയായിരുന്നു. എന്തായാലും കാശ് കൊടുത്ത് മേടിച്ചല്ലേന്ന് ഓർത്ത് ഞാനത് കഴിച്ചിട്ട് നേരെ തിരിച്ച് റൂമിൽ വന്നിന് കിടന്നുറങ്ങാൻ പോവാണ്. നല്ല ക്ഷീണമുണ്ട്, രാവിലെ തൊട്ട് കളിച്ചുകൊണ്ടിരുന്നല്ലേ, ഇനി പിറ്റേ ദിവസം എഴുന്നേറ്റ് പോകണം, പിന്നെ കിടന്നുറങ്ങിയേക്കാലോ എന്ന് കരുതി അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു. രാവിലെ ഇനി കുളിച്ച് വൃത്തിയായിട്ട് നമുക്ക് വീണ്ടും പോകണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ഡേ ആണിത്. അങ്ങനെ ഞാൻ എൻ്റെ പ്രാക്ടീസ് സാരിയൊക്കെ ഉടുത്ത്, ഇന്നലെ ഉടുത്തതല്ല വേറെയാണ്, 2 എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉടുത്ത് സുന്ദരി കുട്ടപ്പിയായിട്ട് നേരെ പോവാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അതിന് മുന്നേ നമുക്ക് വിശക്കൂല, ഫുഡ് കഴിക്കണം. നമ്മൾ ലിഫ്റ്റ് കയറി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഏതാണ്ടൊക്കെ വാരി പെറുക്കി എടുത്ത് ഞാൻ വയറ് നിറച്ച് തിന്നിട്ടുണ്ട്. ഇനി ഉച്ചക്കല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, ഇടയ്ക്കൊന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള എൻ്റെ ആ ഒരു തോട്ടിൽ ഞാൻ എന്തൊക്കെയോ വാരി വലിച്ച് തിന്നു. ഇന്നലെ സ്ഥലം അറിയാൻ മേലാഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ ഓട്ടോയ്ക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായി ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരമുള്ളായിരുന്നു. എന്നാൽ പിന്നെ നടന്നേക്കാലോ എന്ന് കരുതി. രാവിലെ ഇതൊരു വാമപ്പ് ആവില്ല, അങ്ങനെ അല്ലെങ്കിലും ഇനി അങ്ങനെ ആണെന്നങ്ങ് വിചാരിച്ചാൽ മതി. നടന്ന് നേരെ ഡാൻസ് ക്ലാസ്സിലെത്തി. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വർക്ക്ഷോപ്പിൻ്റെ ഒരു റീൽ ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ക്യാമറയും ലൈറ്റും എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയും. അപ്പം അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ല ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇന്നലെ പഠിപ്പിച്ച പോർഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് കുറച്ച് അടവുകൾ എടുത്ത് അതിനുശേഷം റെസ്റ്റ് വന്നു. അതിനപ്പോഴത്തേക്ക് ഞാൻ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്ന് കയറി. ഞാൻ ക്യാമറ എടുക്കുന്നുണ്ട്, ചേട്ടൻ പേടിച്ചു പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ടീ ബ്രേക്ക് ആയിരുന്നു. ഇത്തവണ ചായയുടെ കൂടെ പഴംപൊരിയാണ്. പിന്നെ മലയാളിയുടെ ദേശീയ ഭക്ഷണം പഴംപൊരി ആയതുകൊണ്ട് ഞാനും അങ്ങ് എടുത്ത് കഴിച്ചു. കൊള്ളായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു വേറെ എന്തോ എണ്ണയിലാന്ന് തോന്നുന്നു വറക്കുന്നത്. അങ്ങനെ അതേ എല്ലാവരും എടുത്തു, എല്ലാവരും ചിരിച്ച് കാണിച്ചു, നൈസായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാറായി. വീണ്ടും നമ്മൾ ഇന്നലെ പോയ കടയിൽ തന്നെ വന്നു. ഇത്തവണ മീൽസ് തന്നെ ഓർഡർ ചെയ്തു. ഞാനെന്തോ ഭയങ്കര വലിയ കാര്യം ചെയ്ത പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിപ്പുണ്ട്. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ചോറ് കഴിച്ചിട്ട് നേരെ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി നമുക്ക് ഡാൻസിൻ്റെ ബാക്കി ചെയ്യണം. ഇത് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഡാൻസ് കളിച്ച് കയറി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ടീ ബ്രേക്ക് ആയി, വീണ്ടും ചായ കുടിച്ചു. ഈവനിങ് ആയി, ഓൾമോസ്റ്റ് എല്ലാം തീരാറായത്. ഉള്ളിലൊരു വിഷമം തീരാറായപ്പോഴത്തേക്കും 2 ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരില്ലേ. നല്ലൊരു അടിപൊളി ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. 2 ദിവസം ഉണ്ടായിരുന്നുണ്ടെങ്കിലും നൈസ് ഒരു ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ള കോൺഫിഡൻസ് കൂടെ പോയി. അതുവരെ നല്ല സെറ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. ചേട്ടൻ്റെ കളി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ ഭയങ്കര
വിഷമമായിരുന്നു വെച്ചാൽ അത്രയും ഭംഗിയായിട്ട് അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് ഭയങ്കര രസമായിട്ടായിരുന്നു ചേട്ടൻ കളിക്കുന്നത്. ചേട്ടൻ കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യാവേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഭംഗിയായിട്ടാണ് ചേട്ടൻ കളിക്കുന്നതെന്നുള്ളത്. എക്സ്പ്രഷൻസ് ആണ് മെയിൻ. എന്ത് രസമാണെന്നറിയോ, കണ്ടിരിക്കാനേ തോന്നും. ആ ഫീലിൽ നമ്മൾ ആയിപ്പോകും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയെന്ന്. നിങ്ങൾ തന്നെ പറയാം നല്ല ഭംഗിയല്ലേ. അങ്ങനെ ചേട്ടൻ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർക്ക്ഷോപ്പ് തീർന്നു. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകാവേ. വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി വർക്ക്ഷോപ്പ്. റൂമിൽ ചെന്നിട്ട് ഞാനത് പറയാമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ എനിക്കെന്തോ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വണ്ടികൾ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് കുച്ചിപ്പുടിയുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നത്. കുച്ചിപ്പുടിയുടെ കേട്ടോ. അയ്യോ, ഒന്നും പറയാനില്ല, അടിപൊളി. താങ്ക് യു സോ മച്ച് എന്നെ ഇതിനകത്ത് വിട്ട എൻ്റെ സാറിനും പിന്നെ ഇത് പഠിപ്പിച്ച ഗൗതം ചേട്ടനും ഒരുപാട് നന്ദി. താങ്ക്സ് ഒക്കെ പറയുന്നത് ഭയങ്കര ഫോർമലാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ആസ് എ ഡാൻസർ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ മൊമെന്റ് ആയിരുന്നു ഇത്. എനിവേ ചേട്ടാ, താങ്ക് യു സോ മച്ച്. എൻ്റെ ഫേസ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അത്ര അടിപൊളി വർക്ക്ഷോപ്പാണെന്നുള്ളത്. എന്ന് വെച്ചാൽ വന്നില്ലായിരുന്നു ഭയങ്കര നഷ്ടമാണ്. അമ്മാതിരിയായിരുന്നു, ഒരു രക്ഷയില്ല. ചേട്ടാ താങ്ക് യു സോ മച്ച്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല. എനിവേ തിരിച്ച് റൂമിലെത്തി ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് പോകണ്ടേ. ഇപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താൻ 2-3 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോവുകയാണ്. ഇത്തവണയും ഫ്രൈഡ് റൈസ് അല്ല നൂഡിൽസ് ഓർഡർ ചെയ്തു. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രൈഡ് റൈസും നൂഡിൽസും അല്ലായിരുന്നു. അൽഫാം എനിക്ക് ഇച്ചിരി പടുപ്പായിട്ട് ഫീൽ ചെയ്തെങ്കിലും കുഴപ്പമില്ല. കഴിച്ചിട്ട് നേരെ ഇറങ്ങി വന്നു കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2-3 ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഇത് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും പറഞ്ഞു തരാൻ അറിയത്തില്ല. അങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നല്ല വിശപ്പുണ്ടായിരുന്നു. പോകുന്ന വഴി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഹോട്ടലുണ്ടല്ലോ, പിന്നെ വെറുതെ എന്തിനാ പൈസ കളയുന്നതെന്ന് ഓർത്ത് അവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു ഗസ്റ്റും കൂടി ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. ഗസ്റ്റിൻ്റെ എൻട്രി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അതിന് മുന്നേ ഞാൻ കൈ വാഷ് ചെയ്യാൻ വേണ്ടി പോയ സ്ഥലത്ത് കുറച്ച് നല്ല വിഷ്വൽ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഏത് മലയാളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പാലക്കാട് ജംഗ്ഷൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു ഹോട്ടലായിരുന്നു. അതിൻ്റെ അടുത്തുള്ളൊരു മലയാണ്. അപ്പം ആ പാലക്കാടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതെന്ത് മലയാളമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാനായിട്ട് വിട്ടുപോയി. പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായി ഭയങ്കര ഹാപ്പി ആയിട്ട്, ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ഇരിക്കാം. അപ്പോൾ എനിവേ താങ്ക് യു ടു മൈ പ്രദീപ് സാർ ആൻഡ് ഓൾസോ ടു ഗൗതം ചേട്ടൻ. വേറെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. വന്നപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് വന്നത്, പക്ഷെ പോകുമ്പോൾ ഉച്ചയ്ക്കല്ല, ഇരട്ടിക്ക. ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. ആയി പറ. ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമോ. പെട്ടിയും കിടക്കൊക്കെ എടുക്കും. നല്ല വെയിറ്റ് ഉണ്ട്, നടക്കാനും പറ്റുന്നില്ല. ചെല്ലട്ടെ. ലക്ഷ്മി ചേച്ചിയായിരുന്നു കൂടെ വന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ നടന്ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ട്രെയിൻ വന്നോ പോയോ ഏത് പ്ലാറ്റ്ഫോമോ ഒന്നും മനസ്സിലാവുന്നുമില്ല. ആൾക്കാരോട് ചോദിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി അവിടെ നിന്ന് ഒരു പോലീസ് മാമനോട് ചോദിച്ചു. അപ്പോൾ പോലീസ് മാമൻ എനിക്ക് കാര്യം പറഞ്ഞു തന്നു. അത് ചോദിക്കാൻ പോയ ഗ്യാപ്പിൽ ചേച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ചേച്ചീനെ ഫോക്കസ് ചെയ്ത് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ട്രെയിൻ വരാനായിട്ട് ലേറ്റായി. ട്രെയിൻ 1.5 മണിക്കൂർ എങ്ങാണ്ട് ഡിലേ ആയായിരുന്നു. അപ്പോൾ 9:30 വരേണ്ട ട്രെയിൻ ആയിരുന്നു. പക്ഷെ 10:30 കഴിഞ്ഞ് 10:45 വന്നത്. അങ്ങനെ വീണ്ടും കോട്ടയത്ത് എത്താൻ വേണ്ടി ലേറ്റായി. പിന്നെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി നേരെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി. ഒന്നും നോക്കിയില്ല, മുകളിൽ ഏറ്റവും മണ്ടയ്ക്ക് കയറി ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു. നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. നല്ല രീതിക്കെന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ കയറി അങ്ങോട്ടേക്ക് അങ്ങ് കിടന്നു. അലാറം വെച്ചിട്ട് കിടന്നില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പോയി വേറെ ഏതെങ്കിലും ജില്ലയിൽ ഇറങ്ങിയാണെങ്കിൽ ചിലപ്പോൾ സംസ്ഥാനം തന്നെ വിട്ടുപോയേനെ. അതുകൊണ്ട് അലാറമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കോട്ടയം എത്തി. നേരെ താഴെ ഇറങ്ങി കുറച്ച് നേരത്തേക്ക് പുറത്തേക്കുള്ള വിഷ്വൽസ് എടുക്കാമെന്ന് കരുതി പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കോട്ടയത്ത് ഇറങ്ങി കാല് കുത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ. എന്താണെന്ന് അറിയത്തില്ല, എവിടെയെങ്കിലും പോയിട്ട് വന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരുമ്പോൾ കിട്ടുന്ന ഒരു ദതുണ്ടല്ലോ, ദതുണ്ട്, അങ്ങനെ ഉണ്ട്, ഒരു സാധനമുണ്ട്. അങ്ങനെ അതൊക്കെ ഫീൽ ചെയ്തിട്ട് നേരെ സ്റ്റെയറൊക്കെ കയറി റെയിൽവേ സ്റ്റേഷന് വെളിയിൽ എത്തിയപ്പോൾ എന്നെ പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്.
ഉണ്ടായിരുന്നു. അച്ഛൻ ഒരു 10-15 മിനിറ്റ് ആയിട്ട് വന്ന് കിടക്കുമായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. അങ്ങനെ ഞാൻ നേരെ വണ്ടിയെ കയറി. എനിവേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വർക്ക്ഷോപ്പ് എവിടെയെങ്കിലും ആ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിന് എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും താങ്ക് യു. ആൻഡ് അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബായ്.